ഹലോ ഫ്രണ്ട്സ്, ലേൺ ഫോർ ലൈഫ് അക്കാദമിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഓൾറെഡി സെൽ മെംബ്രെയിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സെൽ മെംബ്രെയിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. സെൽ മെംബ്രെയിനിൽ നമ്മൾ ഓൾറെഡി ലിപ്പിഡ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. മെംബ്രെയിനിൽ കാണപ്പെടുന്ന ലിപ്പിഡ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ശരിക്ക് നമ്മുടെ മെംബ്രെയിനിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസിനെ കുറിച്ചും അതിന്റെ ആക്ഷൻസിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് രണ്ട് ടോപ്പിക്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം. നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു ലൈഫ് സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പറയാനായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡിന്റെ കാറ്റബോളിസം. നമ്മൾ ഓൾറെഡി ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്സ് ഓഫ് ഫാറ്റി ആസിഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഫാറ്റി ആസിഡിന്റെ കാറ്റബോളിസം ആണ്. അതിനുശേഷം നമുക്ക് കൊളസ്ട്രോൾ മെറ്റബോളിസം കൂടെ നമുക്ക് പറയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. ഇത് പറയാം. ഈ രണ്ട് ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോട്ടീനിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ പറയുന്ന കാറ്റബോളിറ്റിക് പാത്വേ ഓഫ് ഫാറ്റ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാറ്റബോളിറ്റിക് പാത്വേ ഓഫ് ഫാറ്റ്. ഓക്കെ, അതായത് ഫാറ്റിന്റെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഫാറ്റിൽ നിന്ന് എനർജി എങ്ങനെയാണ് എനർജി ഫോം ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കതിൽ മെയിൻ ആയിട്ട് നമ്മുടെ ഫാറ്റിന്റെ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഫാറ്റിന്റെ കാറ്റബോളിസം നമ്മൾ പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഇത്രയും പാത്വേസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്, അല്ലെങ്കിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാത്വേസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാത്വേയിൽ ഒന്ന് എന്ന് പറയുന്നത് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ബീറ്റ ഓക്സിഡേഷൻ. ദിസ് ബീറ്റ ഓക്സിഡേഷൻ ഒക്കറിംഗ് ഇൻ മൈറ്റോകോൺട്രിയ. ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ബീറ്റ ഓക്സിഡേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ നമ്മൾ അടുത്ത പറയുന്ന ആൽഫ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആൽഫ ഓക്സിഡേഷൻ നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതുപോലെ തന്നെ പെറോക്സിസോം. ഈ രണ്ട് സൈറ്റിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന ആൽഫ ഓക്സിഡേഷൻ നടക്കുന്നത്. അതുപോലെ വരുന്നതാണ് സിഗ്മ ഓക്സിഡേഷൻ എന്ന് പറയും. സിഗ്മ ഓക്സിഡേഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ മൈക്രോസോംസിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന സിഗ്മ ഓക്സിഡേഷൻ മെയിൻ ആയിട്ട് നടക്കുന്നത്. സിഗ്മ ഓക്സിഡേഷൻ. അതുപോലെ ഓക്സിഡേഷൻ ഓഫ് ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്. ഓക്സിഡേഷൻ ഓഫ് ഓഡ് ചെയിൻ ഫാറ്റി ആസിഡ്സ് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. ഇത് ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാത്വേ ആണ്. ഈ പറയുന്ന എന്തിൽ വരുന്ന പാത്വേ, നമ്മളുടെ ഫാറ്റിന്റെ കാറ്റബോളിസത്തിൽ വരുന്ന ഒരു പാത്വേ ആണ് ഓക്സിഡേഷൻ ഓഫ് ഓഡ് ചെയിൻ വരുന്നത്. അതുപോലെ ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അതുപോലെ വെരി ലാർജ് ചെയിൻ ഫാറ്റി ആസിഡ്, അതാണ് VLCF എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ് പറയുന്നത്. ഏകദേശം 20 മുതൽ 22 വരെ ഹൈഡ്രോ കാർബൺ ചെയിൻ, അത്രയും ലെങ്ത് ഉള്ള ചെയിൻ വരുന്ന ആളുകളെയാണ് നമ്മൾ വെരി ലാർജ് ചെയിൻ ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അത് നടക്കുന്ന അതിന്റെ ഡിഗ്രഡേഷൻ നടക്കുന്നത് മെയിൻ ആയിട്ട് പെറോക്സിസോംസ് അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ഡിഗ്രഡേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കാറ്റബോളിസം നടക്കുന്നത്. സോ ദിസ് ആർ ദ മെത്തേഡ്സ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പാത്വേ. നമ്മൾ ഈ പറയുന്ന ഫാറ്റിന്റെ കാറ്റബോളിസം നടക്കുന്ന മെയിൻ ആയിട്ടുള്ള പാത്വേസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണ്? ബീറ്റ ഓക്സിഡേഷൻ, ആൽഫ ഓക്സിഡേഷൻ, അതുപോലെ തന്നെ സിഗ്മ ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ ഓഫ് ഓഡ് ചെയിൻ അത് നടക്കുന്നത് മൈറ്റോകോൺട്രിയ, അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ വെരി ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് അതിന്റെ കാറ്റബോളിസം നടക്കുന്നത് അത് പെറോക്സിസോംസ് ആൻഡ് മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നത്. അപ്പൊ മെയിൻ സൈറ്റ് ഓഫ് ദിസ് പ്രോസസ്, മെയിൻ സൈറ്റ് എന്ന് പറയുന്നത് മിക്കവാറും മൈറ്റോകോൺട്രിയ ആണ്. മെയിൻ സൈറ്റ് ഓഫ് ഫാറ്റി ആസിഡ് കാറ്റബോളിസം നടക്കുന്ന മെയിൻ ഏരിയ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലും പെറോക്സിസോമിലും വെച്ചൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബീറ്റ ഓക്സിഡേഷൻ ആണ്. സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ ഓക്സിഡേഷൻ ആണ്. ബീറ്റ ഓക്സിഡേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ബീറ്റ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ പറയാൻ പോകുന്നത് ബീറ്റ ഓക്സിഡേഷൻ ആണ്. സോ ബീറ്റ ഓക്സിഡേഷൻ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ബീറ്റ ഓക്സിഡേഷൻ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് നമ്മുടെ ടോപ്പിക്കിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കാം. നമ്മൾ പറയുന്നത് നോക്കാം. ഫ്രീ ഫാറ്റി ആസിഡ്. നമുക്ക് എന്താണ് ഈ ബീറ്റ ഓക്സിഡേഷനിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ദിസ് ഫ്രീ ഫാറ്റി ആസിഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു അസൈൽ കോഎൻസൈമേറ്റ്. ഫ്രീ ഫാറ്റി ആസിഡ് എന്തായിട്ട് മാറുക ചെയ്യുന്നത്? അസൈൽ കോഎൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഇനിഷ്യൽ പ്രോസസ് എന്ന് പറയുന്നതാണ് ഫാറ്റി ആസിഡ് വിൽ ബി കൺവേർട്ടഡ് ഇൻടു അസൈൽ കോഎൻസൈമേറ്റ്.
ഓക്കെ, അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് O2 ഇൻ ദ ഫോം ഓർ അനദർ. അതായത് ഓക്സിജൻ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട് ഈ പ്രോസസ്സിൽ. മിക്കവാറും ഓക്സിജന്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ഓക്സിജൻ ഇൻഫോം ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആണ് വരുന്നത്, അല്ലെങ്കിൽ മറ്റ് രൂപത്തിലും ഓക്സിജന്റെ ഇൻവോൾവ്മെന്റ് എന്തിൽ വരുന്നുണ്ട്, ഈ ബീറ്റ ഓക്സിഡേഷനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഒന്ന്, ഫാറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. ഫാറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നതാണ് ട്രൈഗ്ലിസറൈഡ്സ് ആണ്. അപ്പൊ ട്രൈഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന ട്രൈഗ്ലിസറൈഡിന്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് എന്തുണ്ട്, ഒരു ഗ്ലിസറോൾ ബാക്ക് ബോൺ ഉണ്ട്. ആ ഗ്ലിസറോൾ ബാക്ക് ബോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 3 ഫാറ്റി ആസിഡ്സ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫ്രീ OH ഗ്രൂപ്പിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫാറ്റി ആസിഡ്സ് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എത്ര ഫാറ്റി ആസിഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 1, 2, 3 ഫാറ്റി ആസിഡ് ചെയിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രൈഗ്ലിസറൈഡിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, ഗ്ലിസറോൾ ആണ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് ഫാറ്റി ആസിഡ്. നമുക്ക് ശരിക്കും ഈ ഒരു പാർട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഫാറ്റിന്റെ കാറ്റബോളിസം ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ ഫാറ്റി ആസിഡ് റീജിയൻ ആണ്. ഈ പറയുന്ന ഫാറ്റി ആസിഡിന്റെ റീജിയൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ലുക്ക് സ്ട്രക്ചർ ഓഫ് ഫാറ്റി ആസിഡ്. നമ്മളൊരു ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാറ്റി ആസിഡിന് ഒരു ലോങ് ചെയിൻ ഓഫ് ഹൈഡ്രോകാർബൺ പ്രസന്റ് ആയിട്ടുണ്ടാകും. ഒരു ലോങ് ചെയിൻ ഓഫ് ഹൈഡ്രോകാർബൺ പ്രസന്റ് ആയിട്ടുണ്ടാകും. അതുപോലെ അതിന്റെ എൻഡിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുണ്ടാകും, COOH. അതായത് കാർബോക്സിൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് പ്രസന്റ് ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ ആയിട്ട്. ഈ ഒരു സ്ട്രക്ചർ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. ഈ ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകണം. ഇനി നമ്മൾക്ക് ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇതിനെ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇതിന് ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? ഈ ഒരു കാറ്റബോളിസത്തിന്, ഈ ഫാറ്റി ആസിഡിന്റെ കാറ്റബോളിസത്തിന് നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അതെന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഒരു ചെയിൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫാറ്റി ആസിഡ് ചെയിൻ കാണിച്ചിട്ടുണ്ട്. അതിന്റെ എൻഡിൽ നിങ്ങൾക്ക് അറിയാം ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, COOH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ ഉണ്ട്. ഹൈഡ്രോകാർബൺ ചെയിൻ ഇപ്പൊ 1, 2, 3, 4 ഏകദേശം 5 കാർബൺ വരുന്നുണ്ട് അല്ലേ? 5 കാർബൺ വരുന്നുണ്ട് മെയിൻ ആയിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ അറ്റത്ത് നമുക്ക് കാണുന്നതാണ്, ഈ അറ്റത്ത് കാണുന്ന ഇതാണ് നമ്മൾ ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കാർബൺ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ കാർബൺ എന്ന് പറയും. ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന ആദ്യത്തെ കാർബൺ നമ്മൾ പറയുന്ന പേരാണ് ആൽഫ കാർബൺ എന്ന് പറയും. രണ്ടാമത് കാണുന്നതിന് നമ്മൾ ബീറ്റ കാർബൺ എന്ന് പറയും. മൂന്നാമത്തേത് നമ്മൾ ഗാമ എന്ന് പറയും. ഓൺഗോയിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എപ്പോഴും ഫസ്റ്റ് കാർബൺ വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇതാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് പറയുന്നത്. ആദ്യം കാണുന്ന കാർബൺ ആൽഫ കാർബൺ എന്ന് പറയും. അതിന് നെക്സ്റ്റ് നമ്മൾ പറയുന്ന പേര് ബീറ്റ കാർബൺ എന്ന് പറയും. സോ ദിസ് ബീറ്റ ഓക്സിഡേഷൻ, ഈ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ക്ലീവേജ്, ഇതിന്റെ ക്ലീവേജ് അതായത് ചെയിൻ ഷോർട്ടനിങ് ആണ് നടക്കുന്നത്. നമ്മൾ ഈ പറയുന്ന കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ ഈ ഫാറ്റി ആസിഡ് ചെയിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുമ്പോൾ ഇതിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് നമ്മുടെ ഈ കാർബൺ ചെയിന്റെ ലെങ്ത് ചെറുതായി വരിക ചെയ്യാം. വലിയൊരു ഹൈഡ്രോകാർബൺ ചെയിൻ ആണെങ്കിൽ അത് ചെറുതായി വരാം. അങ്ങനെയാണ് ഇതിന്റെ ഒരു കാറ്റബോളിസം നടക്കുന്നത്. അപ്പൊ ഇതിന്റെ കാറ്റബോളിസം നടക്കുമ്പോൾ ഇതിന്റെ ക്ലീവേജ് നടക്കുന്നത് ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ കാർബണിന്റെ ഇടയിലാണ് ക്ലീവേജ് നടക്കുക. ഇൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ആൽഫ കാർബണിന്റെ ഇടയിലാണ് ഇതിന്റെ കാറ്റാലിറ്റിക് ക്ലീവേജ് നടക്കുന്നത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് ആൽഫ, അത് കഴിഞ്ഞിട്ടുള്ളത് ബീറ്റ, അതിന്റെ ഇടയിലാണ് ഇതിന്റെ ക്ലീവേജ് നടക്കുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ കാർബണിന്റെ ഇടയിൽ ക്ലീവേജ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്, ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബീറ്റ ഓക്സിഡേഷൻ ആൻഡ് ദ സൈറ്റ് ഓഫ് ബീറ്റ ഓക്സിഡേഷൻ ഈസ് മൈറ്റോകോൺട്രിയ. എന്തിനെയാണ് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുന്നത്? ശരിക്കും ഫാറ്റി ആസിഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാറ്റബോളൈസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഫാറ്റിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ട്രൈഗ്ലിസറൈഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ആയിരിക്കുക. അതുപോലെ ഒരു നോർമൽ ഫാറ്റി ആസിഡിന്റെ സ്ട്രക്ചർ നിങ്ങളുടെ മൈൻഡിലേക്ക് എപ്പോഴും വരണം. ഒരു ലോങ് ഹൈഡ്രോകാർബൺ ചെയിനും അതുപോലെ തന്നെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പുമാണ് അതിൽ കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാകണം. പിന്നെ ഏതാണ് ആൽഫ കാർബൺ, ഏതാണ് ബീറ്റ കാർബൺ, എന്തുകൊണ്ടാണ് ഇതിന് ആൽഫ കാർബൺ എന്ന് പറയാൻ കാരണം, ബിക്കോസ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ ബീറ്റ എന്നാണ് പറയാ, അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഗാമ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ബീറ്റ ഓക്സിഡേഷന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കാം. നമ്മളെ ഫാറ്റി ആസിഡ് മെറ്റബോളിസം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഫാറ്റി ആസിഡിന്റെ കാറ്റബോളിസം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ബീറ്റ ഓക്സിഡേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ
ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിന്റെ ഒരു ഓവറോൾ സ്റ്റോറിയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ ശരീരം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ശരീരം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഫാറ്റിനെ മിക്കവാറും സ്റ്റോർ ചെയ്യുന്നത് എഡിപ്പോസ് ടിഷ്യൂവിലാണ്. ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്, ഫാറ്റ് ആർ സ്റ്റോർഡ് ഇൻ ദി എഡിപ്പോസ് ടിഷ്യൂ. എഡിപ്പോസ് ടിഷ്യൂവില് സ്റ്റോർ ചെയ്യുന്ന ഫാറ്റ് മെയിൻ ആയിട്ടും ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്ലിസറോൾ ഉണ്ടാവും, ഗ്ലിസറോൾ ബാക്ക് ബോൺ ആണ്, അതിൽ 1, 2, 3 3 ഫാറ്റി ആസിഡ് ചെയിൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ ഒരു ഫോമിലായിരിക്കും എവിടെ നമ്മൾ ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂലെ ഫാറ്റിനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു അതിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലിസറോൾസ് ഉണ്ട് അല്ലെ. ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്താണ്, അതിനെ പറ്റി മെൻഷൻ ചെയ്താണ്. അതില് നമുക്ക് ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് ആണ് നമുക്ക് ആവശ്യം. വി ആർ ടോക്കിംഗ് അബൌട്ട് ഫാറ്റി ആസിഡ് കാറ്റബോളിസം. ഫാറ്റി ആസിഡ്സ് എങ്ങനെയാണ് കാറ്റബോളൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന അഡിപ്പോസ് ടിഷ്യൂവിൽ കാണപ്പെടുന്ന ട്രൈഗ്ലിസറൈഡ്സിന് എന്താണ് സംഭവിക്കുക? അതിൽ നിന്ന് ഫാറ്റി ആസിഡ്സിനെ നമ്മൾ നോക്കുക. ഫാറ്റി ആസിഡ്സ് വിച്ച് ആർ പ്രസന്റ് ഓൾ ഓവർ ദി ബോഡി. നമ്മുടെ ശരീരത്തിലെ മിക്കവാറും ഭാഗത്ത് മുഴുവൻ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? വി ക്യാൻ സീ ഫാറ്റി ആസിഡ്സ്. ഫാറ്റി ആസിഡ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എന്താണ് സംഭവിക്കുക? ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ട് ഇറ്റ് ഇൻ ടു ദി ബ്ലഡ്. ഈ ഫാറ്റി ആസിഡ്സിനെ നമ്മൾ എന്തിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ബ്ലഡിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. സോ ഫാറ്റി ആസിഡ് ട്രൈഗ്ലിസറൈഡിലെ ഫാറ്റി ആസിഡ്സിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യും? ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ദിസ് ഫാറ്റി ആസിഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി ബ്ലഡ്. ബ്ലഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ്. ഈ ഫാറ്റി ആസിഡ്സ് ബ്ലഡിലൂടെ സഞ്ചരിക്കും. ആൻഡ് ഇറ്റ് വിൽ റീച്ചസ് ദി സെൽസ്. ഇറ്റ് വിൽ റീച്ചസ് ഓൾ സെൽസ് വിച്ച് ക്യാൻ മെറ്റബോളൈസ് ഫാറ്റി ആസിഡ്. ഇത് മിക്കവാറും എല്ലാ സെല്ലിലേക്കും എത്തുന്നുണ്ട്, എല്ലാ കോശങ്ങളിലേക്കും എത്തുന്നുണ്ട്. എങ്ങനെയുള്ള കോശങ്ങളിലേക്കാണ് എത്തുന്നത്? ദോസ് സെൽ വിച്ച് ക്യാൻ എന്താണ് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫാറ്റി ആസിഡിനെ കാറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സെല്ലിലേക്കും അത് റീച്ച് ചെയ്യും ത്രൂ ദ മീഡിയം ഓഫ് ബ്ലഡ്. എന്തിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബ്ലഡിലൂടെയാണ് ഇതിന്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഓക്കെ, ഇനി എന്തായിരിക്കും സംഭവിക്കുക? ദിസ് ഫാറ്റി ആസിഡ് വിൽ റീച്ചസ് ദി സൈറ്റോപ്ലാസം ഓഫ് ദി ടാർഗറ്റ് സെൽ. ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് എങ്ങനെയാണ് എത്തുന്നത്? സൈറ്റോപ്ലാസത്തിലേക്കാണ് എത്തുക. ആ ടാർഗറ്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. ടാർഗറ്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ സൈറ്റ് എന്താ? ബീറ്റ ഓക്സിഡേഷന്റെ സൈറ്റ് എന്താ? ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. ബീറ്റ ഓക്സിഡേഷൻ സൈറ്റ് എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ബീറ്റ ഓക്സിഡേഷന്റെ സൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി മൈറ്റോകോൺട്രിയ. നമ്മള് ഒരു മൈറ്റോകോൺട്രിയൽ ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് മിക്കവാറും ഇതിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ദിസ് ഇസ് അവർ മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് വിചാരിക്കാം. ഇതിന്റെ പുറത്താണ്, ഇവിടെയാണ് ആദ്യം നമ്മുടെ സൈറ്റോപ്ലാസത്തിലാണ് നമ്മുടെ ഫാറ്റി ആസിഡ് ആദ്യമായി എത്തുന്നത്. എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലേക്കാണ് ഫാറ്റി ആസിഡ്സ് എത്തുന്നത്. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഫാറ്റി ആസിഡ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി മെട്രിക്സ്. എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? മെട്രിക്സിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ദർ ഈസ് എൻ ഔട്ടർ മെംബ്രെയിൻ. ഇവിടെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഈ ഔട്ടർ മെംബ്രെയിനെയും അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിനൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് ഫാറ്റി ആസിഡ്സ് എവിടേക്ക് എത്തുന്നത്? നമ്മളുടെ മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിലേക്ക് എത്തുന്നത്. ഈ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഈ സംഭവം ഇറ്റ് മെറ്റബോളൈസ് ഓക്സിഡേറ്റീവ്ലി ഇൻസൈഡ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ അകത്ത് വെച്ചിട്ടാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. എന്തിന് ഓക്സിഡേഷൻ നടക്കും? ഈ പറയുന്ന ഫാറ്റി ആസിഡ്സിന് ഓക്സിഡേഷൻ നടക്കുകയും നമുക്ക് എനർജി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഓവറോൾ സ്റ്റോറി. ഇതാണ് ഒരു ഓവറോൾ സ്റ്റോറി. എങ്ങനെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഓവറോൾ സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. സോ ലെറ്റ് us ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഹ്യൂമൻ ബോഡി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യു നോ വെരി വെൽ അബൌട്ട് നമ്മൾ അഡിപ്പോസ് ടിഷ്യൂലാണ് നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. മെയിൻലി ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ട്രൈഗ്ലിസറൈഡിന്റെ ഫോമിലാണ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത്. ഫാറ്റ് എന്ന് പറയുമ്പോൾ അപ്പൊ എന്തൊക്കെയായിരിക്കും? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാനില്ല. ഗ്ലിസറോൾസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനെ കുറിച്ച് അത്ര വലിയ ഇതായിട്ട് നമുക്ക് പറയാനില്ല. നമ്മുടെ കൺസേൺ അബൌട്ട് ഫാറ്റി ആസിഡ്സ് ആണ്. ഫാറ്റി ആസിഡ്സിൽ എങ്ങനെയാണ് കാറ്റബോളൈസ് ചെയ്യുക? സോ ദിസ് ഫാറ്റി ആസിഡ് പ്രസന്റ് ഓൾ ഓവർ ദി ബോഡി. നമ്മുടെ ശരീരത്തിൽ ഡിഫറെന്റ് പാർട്സിൽ മിക്കവാറും എല്ലാ പാർട്ടിലും നമുക്ക് ഫാറ്റി ആസിഡ്സ് പ്രസന്റ് ആയിട്ടുണ്ട്. ഈ ഫാറ്റി ആസിഡ്സിനെ ബ്ലഡിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ദിസ് ഫാറ്റി ആസിഡ് വിൽ ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും.
ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ടത് ദാറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ സെൽ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും എത്തുന്ന കവർ ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ഈ ബ്ലഡിലൂടെ ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് കടന്നു പോകും. ആൻഡ് ഇറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ സെൽസ്. എങ്ങനെയുള്ള സെൽസിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക? സെൽസ് എങ്ങനെയുള്ള സെൽസ് ആണ്? വിച്ച് ക്യാൻ മെറ്റബോളൈസ് ദ ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുന്ന സെൽസിലേക്ക്, എല്ലാ സെൽസിലേക്കും ഈ ഫാറ്റി ആസിഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. That fatty acid reaches the cytoplasm of target cell. ഇപ്പോൾ ഒരു ടാർഗറ്റ് സെൽ ആണ്, ഇതാണ് നമ്മുടെ ടാർഗറ്റ് സെൽ എങ്കിൽ, if this is considered as target cell, ഇതാണ് നമ്മുടെ ടാർഗറ്റ് സെൽ എങ്കിൽ, this fatty acid will reaches into the cytoplasm. ഇതാണ് നമ്മുടെ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ഇറ്റ് വിൽ ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദി മെട്രിക്സ്. എന്തിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? മൈറ്റോകോൺട്രിയ. ഇത് നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും ബൈ കവറിംഗ് ദി ഔട്ടർ ആൻഡ് ഇന്നർ മെംബ്രെയിൻ. ഔട്ടർ മെംബ്രെയിനെയും കവർ ചെയ്യും, ഇന്നർ മെംബ്രെയിനെയും കവർ ചെയ്തിട്ട് ദാറ്റ് വിൽ റീച്ചസ് ഇൻ ടു ദി മെട്രിക്സിലേക്ക് എത്തും. ആൻഡ് ഇൻ ദ മെട്രിക്സിൽ വെച്ചിട്ടാണ് ഈ ഫാറ്റി ആസിഡിനെ എന്ത് ചെയ്യുന്നത്? ഈ ഫാറ്റി ആസിഡിനെ ഓക്സിഡേറ്റീവ്ലി മെറ്റബോളൈസ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ചിട്ടാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ സ്റ്റോറി ആയിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഓവറോൾ സ്റ്റോറി അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇത് ഓരോ സ്റ്റേജസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓവറോൾ സ്റ്റോറി നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റുക. ഏത് ഭാഗത്താണ് ഫാറ്റി ആസിഡ്സ് റീച്ച് ചെയ്യുന്നത്, അവിടെ നിന്ന് എവിടേക്കാണ് ഇത് പോകുന്നത്, എവിടെ വെച്ചിട്ടാണ് ഈ ഓക്സിഡേഷൻ നടക്കുന്നത്, ഈ പറയുന്ന മൈറ്റോകോൺട്രിയയുടെ മെട്രിക്സിൽ വെച്ചാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ബീറ്റ ഓക്സിഡേഷനിൽ നമ്മൾ എന്താ പറയുക, അതിന്റെ പ്രിപ്പറേറ്ററി, അതിന്റെ ഒരു ഓവറോൾ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന്റെ ഒരു ഓവറോൾ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലേക്കാണ് പോകുന്നത്. ഡീറ്റെയിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പൊ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബീറ്റ ഓക്സിഡേഷനെ നമ്മൾ ആക്ച്വലി 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് തിരിക്കാം. നമ്മുടെ ബീറ്റ ഓക്സിഡേഷനെ നമുക്ക് 3 സ്റ്റേജസ് ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേര് ട്രാൻസ്പോർട്ട് ഫ്രം അഡിപ്പോസ് ടിഷ്യൂ ടു ടാർഗറ്റ് സെൽ. ദി ഫാറ്റി ആസിഡ് ട്രാൻസ്പോർട്ട് ചെയ്യും എവിടെ നിന്ന്? അഡിപ്പോസ് ടിഷ്യൂവിൽ നിന്ന് ടാർഗറ്റ് സെല്ലിലേക്കുള്ള ട്രാൻസ്പോർട്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എൻട്രി ഇൻ ടു സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺട്രിയ. എങ്ങനെയാണിത് നമ്മുടെ സൈറ്റോപ്ലാസത്തിലേക്കും അതുപോലെ തന്നെ അവിടെ നിന്ന് മൈറ്റോകോൺട്രിയയിലേക്കുള്ള അതിന്റെ എൻട്രീനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് അത് എൻട്രി ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് അതിന് എൻട്രി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയിട്ടാണ് ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് അതിലേക്ക് എൻട്രി ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തേർഡ് പറയുന്നത് ഓക്സിഡേറ്റീവ് കാറ്റബോളിസം ഇൻസൈഡ് മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ വെച്ചിട്ടാണ് ഓക്സിഡേഷൻ പ്രോസസ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വെച്ച് എങ്ങനെയാണ് ഈ ഓക്സിഡേറ്റീവ് പ്രോസസ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. സോ നമുക്ക് ഈ 3 സ്റ്റേജിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ സ്റ്റേജസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക, 3 സ്റ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ഫ്രം അഡിപ്പോസ് ടിഷ്യൂ ടു ടാർഗറ്റ് സെൽ ആണ്. രണ്ടാമത്തെ എൻട്രി ഇൻ ടു സൈറ്റോപ്ലാസം ആൻഡ് മൈറ്റോകോൺട്രിയ ആണ്. തേർഡ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് കാറ്റാബോളിസം ഇൻസൈഡ് മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. ഇതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഫസ്റ്റ് സ്റ്റേജിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ട് ഫ്രം അഡിപ്പോസ് ടിഷ്യൂ അല്ലെ. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് ഫ്രം adipose tissue to target cell. ഇതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നോക്കാം. സപ്പോസ് this is our target. Suppose this is our adipose tissue ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സപ്പോസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ദിസ് ഇസ് അവർ അഡിപ്പോസ് ടിഷ്യൂ. ഇതാണ് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് വിചാരിക്കാം. അഡിപ്പോസ് ടിഷ്യൂവിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വി ഹാവ് ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ഒരു ഗ്ലിസറോൾ ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഗ്ലിസറൈഡ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഫാറ്റി ആസിഡ് എത്രണ്ണം? ഫാറ്റി ആസിഡ് 3 എണ്ണം, 1, 2 and 3. അപ്പോൾ 3 ഫാറ്റി ആസിഡ് ചെയിനും ഗ്ലിസറോളും ഉണ്ട്. ഇതാണ് നമ്മുടെ അഡിപ്പോസ് ടിഷ്യൂവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അഡിപ്പോസ് ടിഷ്യൂവിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത് വിചാരിക്കാം. സപ്പോസ് ഇതുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് വേണം? നമുക്ക് ഈ ഫ്രീ ഫാറ്റി ആസിഡ്സിനെ നമുക്ക് ഇതിൽ നിന്ന് അഡിപ്പോസിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകണം? ബ്ലഡിലേക്ക് പോകണം അല്ലെ. അതായത് ബ്ലഡിലേക്ക് ഫ്രീ ഫാറ്റി ആസിഡ്സ് എത്തിയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഇത് മറ്റു സെല്ലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും അതുവഴി അതിനെ കാറ്റബോളൈസ് ചെയ്യാനുമായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഫ്രീ ഫാറ്റി ആസിഡ്സിനെ ഇതിൽ നിന്ന് പോകണം. പക്ഷെ അതിലൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന ഗ്ലിസറോൾ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മോളിക്യൂൾ ആണ്.
ഗ്ലിസറോൾ ഇസ് എ ഹ്യൂജ് മോളിക്യൂൾ. ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് മോളിക്യൂൾ ആണ് ഗ്ലിസറോൾ. ഈ ഗ്ലിസറോളുമായി ഗ്ലിസറോളുമായി ബോണ്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന 3 ഫാറ്റി ആസിഡും കാണപ്പെടുന്നത്. സോ ഇൻ ഓർഡർ ടു ഫ്രീ ദിസ് ഫാറ്റി ആസിഡ്, നമുക്ക് ഈ ഫ്രീ ഫാറ്റി ആസിഡ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഫാറ്റി ആസിഡിനെ ഫ്രീ ആക്കണം. ഇതിൽ നിന്ന് ക്ലീവ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് ഫ്രീ ആവുള്ളൂ. അപ്പൊ ഇതിനെ ക്ലീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രോട്ടീനാണ്. ഈ പറയുന്ന ഫാറ്റി ആസിഡിനെ ഫ്രീ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനെ നമ്മൾ പറയുന്ന പേര് ലൈഗേസ് എന്ന് പറയുന്ന, സോറി ലിപ്പേസ് ആണ് കേട്ടോ, ലൈഗേസ് അല്ല, തെറ്റിപ്പോയതാണ്. ലിപ്പേസസ് അല്ലെങ്കിൽ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഫാറ്റി ആസിഡിനെ ഫ്രീ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, ഈ ഗ്ലിസറോളിൽ നിന്ന് ഈ ഫാറ്റി ആസിഡ്സിനെ ക്ലീവ് ചെയ്യും. ഇറ്റ് വിൽ ക്ലീവ് ദിസ് ഫാറ്റി ആസിഡ്സ് ഫ്രം ഗ്ലിസറോൾ. അപ്പൊ എന്ത് സംഭവിച്ചു, ഗ്ലിസറോളിൽ നിന്ന് ക്ലീവ് ചെയ്യപ്പെട്ടപ്പോ ദിസ് ബിക്കം ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറി. ഫസ്റ്റ് ടൈമിൽ അതെന്തായിരുന്നു, ഈ പറയുന്ന ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ മോളിക്യൂൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു ട്രൈഗ്ലിസറൈഡ് ഫോമിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. അപ്പൊ ഇതിന് ബ്ലഡിലേക്ക് ഫ്രീ ആയിട്ട് പോകാനായിട്ട് സാധിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ബൈൻഡിങ് വിത്ത് എ ഹ്യൂജ് ഗ്ലിസറോൾ മോളിക്യൂൾ ഹ്യൂജ് ആയിട്ടുള്ള ഗ്ലിസറോൾ മോളിക്യൂൾസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഫാറ്റി ആസിഡ്സ് കാണപ്പെടുന്നത്. സോ ഇൻ ഓർഡർ ടു ഫ്രീ ദിസ് ഫാറ്റി ആസിഡ് ഫ്രം ഗ്ലിസറോൾ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ലിപ്പേസസ് എന്ന് പറയുന്ന എൻസൈമാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യും, ഇതിനിടയിലുള്ള ബോണ്ടിനെ ബ്രോക്ക് ഡൗൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബോണ്ട് ഉണ്ട് അല്ലെ, ഗ്ലിസറോളും ഫാറ്റി ആസിഡിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഈ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ ഫ്രീ ആക്കും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചാല്, ഇത് ഫ്രീ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ദിസ് ഫാറ്റി ആസിഡ് will be released into this bloodstream. These fatty acids will be released into the bloodstream. എന്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും, ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യപ്പെടും. കാരണം ഇത് ഇതിൽ നിന്ന് ഫ്രീ ആയി, അപ്പൊ അത് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യപ്പെടും. Now this fatty acid can move through ബ്ലഡിലൂടെ മൂവ് ചെയ്യാനായിട്ട് പറ്റും, ഫ്രീ ആയിട്ട് ബ്ലഡിലൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ there are many target cell. അപ്പൊ ഇത് സെല്ലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ബ്ലഡിൽ there are plenty of cells, there are lots of cells are there. മെജോറിറ്റി ഓഫ് സെൽസിന് എന്തിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, ഈ ഫാറ്റി ആസിഡ്സിനെ മെറ്റബോളൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ചില സെല്ലുകൾക്ക് ഇല്ല, ചില സെല്ലുകൾക്ക് ഇതിനെ കാറ്റബോളൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ RBC, റെഡ് ബ്ലഡ് കോർപ്പസൽസിന് ഈ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ കാറ്റബോളൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസിന് എന്തിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, ഈ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ എന്ത് ചെയ്യാനുള്ള കാറ്റബോളൈസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അപ്പൊ എന്ത് സംഭവിച്ചു, ഈ ഫാറ്റി ആസിഡ് ഫ്രീ ആയി കഴിഞ്ഞപ്പോ ദിസ് ഫാറ്റി ആസിഡ് ക്യാൻ ഗോ എനിവേർ. അതായത് ഇതിനെ കാറ്റബോളൈസ് ചെയ്യുന്ന ഏത് സെല്ലിനകത്തേക്ക് വേണമെങ്കിലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഏത് സെല്ലിന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ റിസീവ് ചെയ്യാൻ പറ്റും. ഏത് സെല്ലുകൾക്ക് വേണമെങ്കിലും ഈ ഫാറ്റി ആസിഡ്സിനെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇനി നമുക്കൊരു സെല്ല് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു സെല്ലിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഡ്രോ ചെയ്യാണ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സെല്ല് എന്ന് പറയുന്നത്. ഇതാണ് ഈ സെല്ലിന്റെ ഉള്ളിലേക്കാണ് ഫാറ്റി ആസിഡ്സ് എൻ്റർ ചെയ്യേണ്ടത്. ഈ സെല്ലിനകത്തേക്കാണ് ഫാറ്റി ആസിഡ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഈ സെല്ലിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, ഈ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻസ് എല്ലാവരും ഉണ്ട്. ഞാനെല്ലാം വരയ്ക്കുന്നില്ല, ഞാൻ മൈറ്റോകോൺട്രിയ മാത്രം കാണിക്കാം. മൈറ്റോകോൺട്രിയ ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു സെല്ലാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ ഫാറ്റി ആസിഡിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഫാറ്റി ആസിഡ് ആദ്യം എൻട്രി ചെയ്യുന്ന എവിടേക്കാണ്, നമ്മൾ ഈ പറഞ്ഞ സെല്ലിന്റെ അകത്തേക്കാണ്. അപ്പൊ പ്ലാസ്മ മെംബ്രെയിനെ ക്ലോസ് ചെയ്യണം. സോ ഇതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടാന് ഹെൽപ്പ് ചെയ്യുന്നത് ചില റെസിപ്റ്റേഴ്സ് ആണ്. Some receptors are present in the plasma membrane. ഈ ടാർഗറ്റ് സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിനില് we can see some receptors. ചില റെസിപ്റ്റേഴ്സ് ഉണ്ട്. ഈ റെസിപ്റ്റേഴ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഫ്രീ ഫാറ്റി ആസിഡിനെ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെ ആ പ്രസന്റ് ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിനിന്റെ പുറത്ത് പ്രസന്റ് ആയിട്ടുള്ള ഈ പറയുന്ന റെസിപ്റ്ററിന്റെ അകത്ത് കൂടി ഈ പറയുന്ന ഫാറ്റി ആസിഡ്സ് അവിടേക്ക് എത്തും, നമ്മുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തും. നൗ ദിസ് ഫാറ്റി ആസിഡ് ഇൻ ദി
സൈറ്റോപ്ലാസത്തിലേക്ക് എത്തി അല്ലെ. ദാറ്റ് വിൽ റീച്ചസ് ഇൻ ടു ദി സൈറ്റോപ്ലാസം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ നിങ്ങൾക്ക്? അപ്പൊ എങ്ങനെയാണ് ഈ പറയുന്ന അഡിപ്പോസിൽ നിന്ന് എങ്ങനെയാണ് ഈ പറയുന്ന ഫാറ്റി ആസിഡ് റിലീസ് ചെയ്യപ്പെടുന്നത്? ഈ ഫാറ്റി ആസിഡ് എവിടേക്കാണ് വരുന്നത്? ബ്ലഡ് സ്ട്രീമിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് ദാറ്റ് വിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ദി ഡിഫറെന്റ് സെൽസ്. പല പല സെല്ലുകളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. സെല്ലിന്റെ ഉള്ളിലേക്ക് അത് എത്തുന്നത്, അല്ലെങ്കിൽ ഫാറ്റി സൈറ്റോപ്ലാസത്തിലേക്ക്, ഒരു ടാർഗറ്റ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അത് എത്തുന്നത് ത്രൂ സം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റെസിപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദി പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള റെസിപ്റ്റർ വഴിയാണ് എങ്ങോട്ടെത്തുന്നത്? നമ്മളുടെ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തുന്നത്. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ദിസ് വിൽ റീച്ചസ് ഇൻ ടു ദി മെട്രിക്സ്. അത് മെട്രിക്സിലേക്കാണ് എത്തുന്നത് അല്ലെ. സൈറ്റോപ്ലാസത്തിൽ നിന്ന് മെട്രിക്സിലേക്കാണ് എത്തുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. there is മൈറ്റോകോൺട്രിയ ഉണ്ട്. there is മൈറ്റോകോൺട്രിയ നമ്മൾ നോക്കുകയാണെങ്കിൽ there is an outer membrane, there is an inner membrane, അതുപോലെ ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്രീ ഫാറ്റി ആസിഡ് വിൽ എൻ്റർ ഇൻ ടു ദി മെട്രിക്സ്. എങ്ങനെത്തും? ദാറ്റ് വിൽ എൻ്റർ ഇൻ ടു ദി മെട്രിക്സ്. മെട്രിക്സിലേക്ക് എൻ്റർ ചെയ്യപ്പെടും. മെട്രിക്സിലേക്ക് എത്തി അല്ലെ. മെട്രിക്സിലേക്ക് എത്തി കഴിയുമ്പോൾ ഇത് മെട്രിക്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിന് എന്ത് സംഭവിക്കും? ഇതിന് കാറ്റബോളിസം നടക്കും. മെട്രിക്സിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ എൻസൈംസുകളും പ്രസന്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഫാറ്റി ആസിഡിന്റെ കാറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഹോൾ എൻസൈംസ് ആർ പ്രസന്റ് ഇൻസൈഡ് ദിസ് മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. അതുപോലെ നിങ്ങൾ പറയും മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ വെച്ച് നടക്കുന്ന മറ്റ് ചില പ്രോസസ്സും കൂടെ വെച്ച് നടക്കുന്നുണ്ടല്ലോ. TCA സൈക്കിൾ അല്ലെ, ക്രബ് സൈക്കിൾ നടക്കുന്നത് ഇൻസൈഡ് മൈറ്റോകോൺട്രിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്നത് ഈ പറയുന്ന മെട്രിക്സിൽ വെച്ചാണ് നടക്കുന്നത്. സോ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒത്തിരി എൻസൈമുകൾ അവിടെ പ്രസന്റ് ആയിട്ടുണ്ട്. ഈ പറയുന്ന മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ പ്രസന്റ് ആയിട്ടുണ്ട്. സോ എത്തുന്ന ഫാറ്റി ആസിഡ് ചെയിനെ കാറ്റബോളൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനും എവിടെ കാണപ്പെടും? നമുക്ക് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ എൻട്രി ഓഫ് മൈറ്റോകോൺട്രിയ നമ്മൾ പിന്നീട് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. കാരണം ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഈ പറയുന്ന ഫാറ്റി ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. കാരണം ഇതിന് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മൈറ്റോകോൺട്രിയക്ക് അകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് നമ്മൾ സിമ്പിളി പറഞ്ഞു ഇത് മെട്രിക്സിലേക്ക് വരുന്നു. പക്ഷെ ഇതിന്റെ ഇന്റർ മെംബ്രെയിനും അതുപോലെ തന്നെ 2 മെംബ്രെയിൻ പാസ് ചെയ്തിട്ട് വേണം ഇതിന് മെട്രിക്സിലേക്ക് എത്താൻ. ഈ മെംബ്രെയിൻ പോറസ് ഒന്നും അല്ല. മെംബ്രെയിൻ എന്ന് പറയുന്നത് ഹൈലി ഇംപെർമേബിൾ ആണ്. ഇന്റർ മെംബ്രെയിൻ ഈസ് ഹൈലി ഇംപെർമേബിൾ. അപ്പൊ ഇതിന് പെട്ടെന്നൊന്നും ഇതിന്റെ അകത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അത് നമുക്കൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഗ്ലിസറോളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്, ഏത് എൻസൈം ആണ് അതിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, അത് അതിനുശേഷം എങ്ങെടുത്തുന്നു, അത് ടാർഗറ്റ് സെല്ലിലേക്ക് കടക്കുന്നു, സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കുന്നു. അവിടെ നിന്ന് നേരെ മെട്രിക്സിലേക്കാണ് വരുന്നത്, മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലേക്കാണ് വരുന്നത്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ 2 സെൽ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇത് 2 എക്സാമ്പിൾസ് ആണ്. ഈ പറയുന്ന നമ്മുടെ പറയുന്ന ഫാറ്റി ആസിഡ്സിനെ കാറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്ത സെൽസിന് ഉദാഹരണമാണ് RBCയും അതുപോലെ തന്നെ നെർവസ് ടിഷ്യൂസ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ അടുത്ത ഘട്ടം നമ്മൾ ഡിസ്കസ് ചെയ്യാം.